യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അവിടെ യോശുവയോട് പറയുന്നത് ശ്രദ്ധിക്കുക. വചനത്തിലൂടെയാണ് ഈ സൗഖ്യം സംഭവിക്കുന്നത്. അതുകൊണ്ട് യോശുവയോട് പറയുകയാണ്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും, നീ പ്രോസ്പർ ആകും, വണ്ടർഫുൾ വണ്ടർഫുൾ, സക്സീഡ് ആകും. നീ സക്സീഡ് ആകണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിന്റെ വായിൽ ഈ വചനം ഉണ്ടാകണം. പിന്നെ രാവും പകലും ഇത് ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. 1-ാം സങ്കീർത്തനത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിലും അത് തന്നെയാണ് പറയുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആമേൻ.